ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. അതിന് 500 ഗ്രാം അച്ചിങ്ങ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒടിച്ചെടുത്ത് വയ്ക്കുക. അച്ചിങ്ങയുടെ കൂടെ വേവിക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഒരു 10 ചെറിയ ഉള്ളി കീറി അരിഞ്ഞത്, 8 പച്ചമുളക് 4ആയി കീറിയത്, ഒരു 50 ഗ്രാം തേങ്ങാക്കൊത്ത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 6 വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മുളക് ചതച്ചത്, ഒരു 2 തണ്ട് കറിവേപ്പില. ആദ്യമായി വേവിക്കാനുള്ള അച്ചിങ്ങ പാത്രത്തിലേക്ക് ഇടുക. അതിൻ്റെ പിന്നാലെ മഞ്ഞൾ ഇടുക. അതിൻ്റെ പിന്നാലെ ഉള്ളി ഇടുക, തേങ്ങാക്കൊത്തിടുക, പച്ചമുളക് ഇടുക. അതിൻ്റെ പിന്നാലെ പാകത്തിന് ഉപ്പും ഇട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. സ്റ്റൗ ഓണാക്കി 10 മിനിറ്റ് വേവിക്കുക. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അടുത്ത 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉലത്താനായി ഫ്രൈങ് പാൻ സ്റ്റൗവിൽ വെക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. അതിൻ്റെ പിന്നാലെ കരിവേപ്പില ഇടുക. അതിൻ്റെ പിന്നാലെ വെളുത്തുള്ളി ചതച്ചതിടുക. പിന്നാലെ മുളക് ചതച്ചെടുക്കുക. അതിൻ്റെ പിന്നാലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഇടാം. ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഉലർത്തുക. നന്നായി ഉലർന്ന് നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയും സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്കെടുക്കാം.